അതായത് ബ്രിട്ടൻ തെറ്റ് തിരുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത് 1948 ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിന് യുണൈറ്റഡ് നേഷൻ അംഗീകാരം കൊടുക്കുമ്പോൾ ഈ 1948 മെയ്യിലെ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ജനറൽ അസംബ്ലിയാണ് ഇസ്രായേലിനെ അംഗീകരിക്കുന്നത്. പക്ഷെ അതിന് തൊട്ട് മുമ്പത്തെ വർഷം 1947 നവംബറിൽ നടന്ന ഒരു പ്രത്യേക യോഗത്തിൽ ഇതേ ജനറൽ അസംബ്ലി ഫലസ്തീൻ രാഷ്ട്രത്തെ കൃത്യമായ ബോർഡറോട് കൂടി, അതായത് ആ പ്രദേശത്തെ മൊത്തം രണ്ടായി വിഭജിച്ചുകൊണ്ട് 55% ഇസ്രായേലിനും 45% ഫലസ്തീൻ രാജ്യത്തിനുമായി വിഭജിച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു ബോർഡറും ഒക്കെ മാർക്ക് ചെയ്തുകൊണ്ട് ഒരു പിന്നെ കൃത്യമായ രൂപരേഖ അതിനുണ്ടാക്കിയിരുന്നു. പക്ഷെ അത് ഇതുവരെ, അന്നു മുതൽ ഇന്ന് വരെ ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടില്ല. അതിനുശേഷം 1948 നവംബറിൽ വീണ്ടും യുണൈറ്റഡ് നേഷൻ ഒന്നിച്ച് എല്ലാവരും ചേർന്നൊരു പ്രമേയം പാസ്സാക്കുന്നു, 181. ആ പ്രമേയത്തിൽ വളരെ കൃത്യമായി പറയുന്നു, ഐക്യരാഷ്ട്രസഭ ഇസ്രായേലിനെ അംഗീകരിക്കണമെങ്കിൽ അത് 1948 മെയ്യിലെ ആ പ്രമേയത്തോട് അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്ന് പറയുന്ന വളരെ കൃത്യമായ ഒരു നിർദ്ദേശം ഇസ്രായേലിന് കൊടുക്കുന്നു. ആ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെ ഐക്യരാഷ്ട്രസഭയിൽ എടുക്കുന്നത്, യുണൈറ്റഡ് നേഷന്റെ മെമ്പറായിട്ട് എടുക്കുന്നത്. പക്ഷെ ഇന്ന് വരെ ഇസ്രായേൽ ആ പ്രമേയത്തെ അംഗീകരിച്ചിട്ടില്ല. പിന്നീട് അതിനുശേഷം ധാരാളം പ്രമേയങ്ങൾ, 235 പ്രമേയ നമ്പർ 235 വരുന്നു. അതുപോലെ അതിനുശേഷം ധാരാളം അത്തരം പ്രമേയങ്ങൾ വരുന്നു. പിന്നീട് 1993 ഓസ്ലോ അക്കോർഡ് എന്ന് പറയുന്ന PLO, ഇസ്രായേലിനെതിരെയുള്ള സായുധ പോരാട്ടം നിർത്തിവെച്ചതിന് ശേഷം ഓസ്ലോ അക്കോർഡ് വളരെ സമഗ്രമായി അതിനകത്ത് 5 വർഷം കൊണ്ട് ഇസ്രായേൽ പ്രത്യേകിച്ച് ഗസ, വെസ്റ്റ് ബാങ്കിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങിക്കൊണ്ട് ഒരു ഫലസ്തീൻ രാഷ്ട്രത്തിനുള്ള അംഗീകാരം കൊടുക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് PLOയെ ഉപയോഗപ്പെടുത്തി ഒന്നാം ഇൻതിഫാദയെ ഇസ്രായേൽ അടിച്ചമർത്തുന്നത്. ആ സന്ദർഭത്തിലും ഇസ്രായേൽ അവർ തന്നെ ഒപ്പിട്ട ഇസ്ഹാക്ക് റബിൻ, അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്ഹാക്ക് റബിൻ ഒപ്പിട്ട കരാർ ഇന്ന് വരെ ഇസ്രായേൽ നടപ്പാക്കിയിട്ടില്ല. ആ കരാർ നടപ്പാക്കുന്നതിന് വേണ്ടി അമേരിക്കയോ ഇതേ ബ്രിട്ടനോ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇപ്പോ ഈ നടക്കുന്നത്, ഇപ്പൊ ബ്രിട്ടൻ അംഗീകരിക്കുന്നു, കാനഡ അംഗീകരിക്കുന്നു, ഓസ്ട്രേലിയ അംഗീകരിക്കുന്നു, ലോകത്തെ 147 രാജ്യങ്ങൾ ഫലസ്തീൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് ആരൊക്കെ അംഗീകരിച്ചിട്ടും കാര്യമുണ്ടോ? കാരണം UN-ന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള രക്ഷാസമിതി, അവരുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചായിരിക്കില്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ? നമുക്കറിയാം ചൈന, റഷ്യ ഇവരൊക്കെ നേരത്തെ അംഗീകരിച്ചതാണ്. പക്ഷേ തുടർന്നു അതായത് ഈ അംഗീകാരം കൊണ്ട് അല്ല കാര്യം. അതായത് ഇപ്പോ ഈ രാജ്യങ്ങൾ വേണ്ടത് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയല്ല, ഇസ്രായേൽ രാഷ്ട്രത്തെ അതിനുള്ള അംഗീകാരം പിൻവലിക്കുകയാണ് വേണ്ടത്. കാരണം എന്താന്ന് വെച്ചാൽ ഇസ്രായേൽ ഫലസ്തീന് കൊടുക്കേണ്ട ഭൂപ്രദേശങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ മുന്നിൽ അവർ പാസാക്കിയിട്ടുള്ള പ്രമേയങ്ങളെ വെച്ചുകൊണ്ട്, ആ പ്രമേയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഫലസ്തീന് ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ, അവിടുത്തെ അഭയാർത്ഥികൾക്ക് തിരിച്ചു വരാനുള്ള അവകാശം കൊടുത്തിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ആ ജനങ്ങളുടെ നിലനിൽക്കാനുള്ള അസ്തിത്വത്തെ, ഇപ്പൊ റൈറ്റ് ടു എക്സിസ്റ്റ് എന്ന് പറയുന്ന ഇസ്രായേൽ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു വാദമാണ്, ഞങ്ങളൊരു അസ്തിത്വ പ്രതിസന്ധി നേരിടുന്നു, ഞങ്ങൾക്കൊരു റൈറ്റ് ടു എക്സിസ്റ്റ് ഇല്ല. പക്ഷെ വാസ്തവത്തിൽ റൈറ്റ് ടു എക്സിസ്റ്റ് ഇല്ലാത്തത് ആർക്കാണ്? ഇപ്പോ ഫലസ്തീനാണ്. ആ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ഇസ്രായേൽ മടി കാണിക്കുമ്പോൾ, ഇപ്പോ പ്രത്യേകിച്ച് ഈ വംശഹത്യ അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ തുടരുമ്പോ, കൂട്ടപലായനങ്ങൾ വീണ്ടും വീണ്ടും തുടർക്കഥയാകുമ്പോൾ ഈ രാഷ്ട്രങ്ങൾ വാസ്തവത്തിൽ ചെയ്യേണ്ടത് ഇസ്രായേലിനുള്ള അംഗീകാരം പിൻവലിക്കുകയാണ് വേണ്ടത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിപ്പോ നമ്മൾ നോക്കൂ, ഈ അംഗീകാരങ്ങളൊക്കെ ഒരു മറയാണ്. അതായത് ഇപ്പൊ ഫലസ്തീന് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഈ രാജ്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിന് സമയം കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്തിനുള്ള സമയം? ഫലസ്തീനികളെ പൂർണ്ണമായും ഗസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും പുറത്താക്കി ഈ 2 പ്രദേശങ്ങളും പൂർണ്ണമായും ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനും, ലബനാൻ, സിറിയ, അതുപോലെ തന്നെ മറ്റ് യമൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ കടന്നു കയറാനുള്ള പൂർണ്ണമായ ലൈസൻസ് ഇസ്രായേലിന് നൽകുന്നതിനുള്ള ഒരു മറ മാത്രമാണിത്. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം വെച്ചാൽ അങ്ങനെ ഈ ഒരു സമ്മർദ്ദത്തെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഈ സമ്മർദ്ദത്തെ ഇസ്രായേൽ മുഖവിലേക്ക് എടുക്കുന്നില്ല, ഒരു രാഷ്ട്രത്തിന്റെയും സമ്മർദ്ദത്തെ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായി പറയുന്നു, വെസ്റ്റ് ബാങ്കിനെ കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതിയെ താൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. മാർക്കോ റൂബിയോ പ്രതിരോധ സെക്രട്ടറി, അദ്ദേഹം
സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹം ഇസ്രായേലിൽ വന്ന് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ സന്ദർശനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞത് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയെ തങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്നാണ്. അപ്പൊ ഈ ഒരു ശരിക്കും വീണ്ടും ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു ഇല്ലെജിറ്റിമേറ്റ് സ്റ്റേറ്റ്, ഒരിക്കലും ഒരു നിയമപരമായി നിലനിൽക്കാത്ത ഒരു രാജ്യം, സ്വന്തം ബോർഡർ കൃത്യമായി വരക്കാത്ത ഒരു രാജ്യം, എപ്പോഴും മറ്റു രാജ്യങ്ങളിൽ തങ്ങൾക്ക് അതിക്രമിച്ചു കയറാനും അവിടേക്ക് അധിനിവേശം നടത്താനും സ്വാതന്ത്ര്യമുണ്ടെന്ന് വാദിക്കുന്ന ഒരു രാജ്യത്തെ നിലനിൽക്കി നിർത്താൻ ഈ രാജ്യങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഇസ്രായേലിനുള്ള പിന്തുണ പിൻവലിക്കുകയും ഇസ്രായേലിന്റെ അംഗീകാരത്തെ ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറയുകയുമാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമാണ് ഈ ജനോസൈഡ് നിൽക്കുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് ഫലസ്തീനികൾക്ക് ഒരു രാഷ്ട്രം ഉണ്ടാകുന്നതിനുള്ള വഴിയൊരുക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് വെറും ഒരു കപടമായ പ്രസ്താവന. എന്നുള്ളതാണ് ശ്രീ താജ് ആലുവ. താങ്കൾക്ക് വരാം. ഡോക്ടർ